മധുമൊഴി രാധേ നിന്നെ തേടി. ആ നല്ല സൗണ്ടാണ് കേട്ടോ, അതെടുത്ത് ഞാൻ പറയാണ്. താങ്ക് യു. പെട്ടെന്നൊരു കോൾ വന്ന് അപ്പോൾ നോക്കുമ്പോൾ ജാനകി അമ്മ ടോപ്പ് സിംഗറിൽ കിട്ടിയപ്പോഴാണ് ഭയങ്കര റെക്കഗ്നീഷൻ, എല്ലാവരും തിരിച്ചറിയുന്ന. 2 വർഷമുള്ളതുകൊണ്ട് എല്ലാവരും മനസ്സിൽ രജിസ്റ്റർ ആയി. സാറ് അങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ്. വലിയ ചലഞ്ച് ഹരിമുരളീരവൻ തന്നെയായിരുന്നു. ടോപ്പ് സിംഗറിൽ എപ്പോഴും ചെറിയ കുട്ടിയായ സംഭവം. ഇപ്പോൾ സരിഗമപ്പയിൽ വന്നപ്പോൾ കൂടുതൽ എൻ്റെ ചേഞ്ചിനെ പറ്റിയിട്ടാണ് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറയാറ്. സങ്കടം ഒക്കെ വരാറുണ്ട്. കാരണം എന്താണ്, നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒരു ഈസി ജോബല്ല. അപ്പോൾ ഹരിമുരളീരവൻ പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നപ്പോൾ എനിക്ക് കുറച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വണ്ണമയിലേറും എൻ തങ്ക വടിവേലോ കന്തനുനെ കാണും ദിനമുടി വരുവേലോ செந்தமிழை காக்கும் வேல் சேவல் கொடியானோ எண்ணி எண்ணி பாடும் என்னை கந்தன் அறிவானோ. ടോപ്പ് സിംഗറിലൂടെ മലയാളി പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുകയും സരിഗമപ ടൈറ്റിൽ വിന്നർ ആവുകയും ചെയ്ത ദേവനന്ദയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് ദേവനന്ദ, എങ്ങനെയുണ്ട്? ടൈറ്റിൽ വിന്നർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എന്താണ് തോന്നുന്നത്? ഈ ഒരു നിമിഷം ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു നിമിഷമാണ് ഇത്. എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഒരു ഫേസിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷം. ഞാനും എൻ്റെ ഫാമിലി, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്പി ടൈമാണ്. ഇപ്പം കോഴിക്കോട്ടുകാർക്കൊക്കെ വലിയൊരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ദേവനന്ദ. അപ്പം ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്. അപ്പോൾ എനിക്കും ആ ഒരു സന്തോഷമൊക്കെ അതുപോലെ ഉണ്ട്. അപ്പം ഞാൻ ദേവനന്ദേൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ ദേവനന്ദ പാടുമ്പം കൈതപ്പുറം സാറ് ദേവനന്ദയോട് സംസാരിക്കുന്നതും സാറും ദേവനന്ദയുടെ ഒരു ആരാധകനാണെന്ന് പറയുന്നതൊക്കെ ഞാൻ ആ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പം സാറൊക്കെ ഒരാളുടെ ആരാധകനാണ് എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു നേട്ടമാണ്. എന്തായിരുന്നു ദേവനന്ദയ്ക്ക് ആ ഒരു നിമിഷത്തിൽ തോന്നിയത്? അത് നമ്മൾ കോളേജിൽ, ഞാൻ ദേവഗിരി കോളേജിലാണ് പഠിക്കുന്നത്, കോഴിക്കോട്. അപ്പം കോളേജിൽ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഏറ്റവും ആക്റ്റായിട്ടുള്ളൊരു ഗസ്റ്റ് തന്നെയാണ് കൈതപ്പുറം സാർ. അപ്പം സാറ് ഇരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. സാറ് മുന്നിൽ പാടാൻ ഒരവസരം കിട്ടി. അപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷം. അങ്ങനെ സാറ് സ്റ്റേജിൽ വന്നിരുന്ന്, അപ്പം ഞാൻ ക്രൗഡിലായിരുന്നു, എൻ്റെ ടൈം ആയിട്ടില്ല അവിടെ. അപ്പം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം എനിക്കറിയില്ല സാറിന് എന്നെ അറിയുന്നത്. അപ്പം ഞാൻ ബാക്കിൽ സമർത്തിപ്പില്ല ആരെങ്കിലും ആയിരിക്കും ചോദിച്ചാൽ ഞാൻ ഇന്നെ തന്നെയാണോ എന്ന് കുറേ പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു. അങ്ങനെ തന്നെ ഞങ്ങളെ പ്രിൻസിപ്പൾ ലിജു ഫാദറും ഇങ്ങനെ വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോഴും ഞാൻ വേറെ എന്താ ആവശ്യത്തിനാന്ന് വിചാരിച്ചു. അപ്പം അവിടെ എത്തി. അങ്ങനെ സാറ് ആരാധകനാണെന്ന് പറയുന്നു, പാട്ടുകൾ കേൾക്കാറുണ്ട്. ഞാൻ സരിഗമപ്പയിലെ ആനന്ദനടനം കണ്ടൊരു പാട്ട് പാടിയില്ല, കൈതപ്പുറം സാർ എഴുതിയതാ. അപ്പം അത് സാറ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭയങ്കര ഡീറ്റെയിൽസും പറയുമ്പോൾ അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പം ഞാനൊരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പം അന്ന് കോളേജിലെ എല്ലാവരും എനിക്ക് വേണ്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ സാറെ വിളിച്ചു, കൈതപ്പുറം സാറെ വിളിച്ചു. അപ്പോഴൊക്കെ സാറ് റെക്കമെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും ലെജൻഡിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു കോംപ്ലിമെൻ്റ് കിട്ടുമ്പോൾ അതെ, അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം കൈതപ്പുറം സാറിനെ പോലുള്ള ഒരാൾ ദേവനന്ദയുടെ ആരാധകനായി മാറി. അപ്പം സ്റ്റേജിൽ ദേവനന്ദ പാടുമ്പം കൈതപ്പുറം സാറ് ബാക്കിൽ നിന്ന് താളം പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സാർ അത്രയും ഒരു ആരാധകനാണ് ദേവനന്ദയുടേതെന്ന് തന്നെയാണ്. ഇപ്പം ഫൈനൽ റൗണ്ടിൽ ദേവനന്ദ പാടിയ ഹരിമുരളീരവം എന്നുള്ളൊരു പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിന് ലഭിച്ചൊരു റീച്ചുണ്ട്. വലിയ ഗംഭീരമായിട്ട് തന്നെയായിരുന്നു ആളുകൾ ആ പാട്ടിനെ ഏറ്റെടുത്തത്. ദേവനന്ദ വളരെ മനോഹരമായി തന്നെ ആ പാട്ട് പാടുകയും ചെയ്തു. ഇപ്പം ജഡ്ജസ് ആണെങ്കിലും ഹരിമുരളീരവത്തിൻ്റെ ഒരു ഫീമെയിൽ വേർഷൻ കേട്ടിട്ടില്ല ഇതുവരെ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു പാട്ട് തന്നെ ഫൈനൽ റൗണ്ടിൽ തിരഞ്ഞെടുക്കാം എന്ന് തീരുമാനിച്ചത്? ആ ഒരു പാട്ട് ഫിനാലയിൽ സെലക്ട് ആയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചോയ്സ് ജസ്റ്റ് നമ്മളെ മനസ്സിലേക്ക് വന്നത് ഏത് പാട്ട് പാടണം എന്നാണ്. കാരണം
ഇത്ര നന്നായി പാടി നല്ലൊരു ആൾക്കാർക്ക് ഒരു ഇംപ്രഷൻ തോന്നുന്ന ഒരു പാട്ടിനെ പാടുന്നല്ലോ. ഹരിമുരളീരൊന്നും പക്ഷെ എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് വേറെ കുറേ ഓപ്ഷൻസാണ് കൊടുത്തത്. കുറച്ചുകൂടെ ക്ലാസിക്കലായിരുന്നു, പക്കാ ക്ലാസിക്കൽ ടൈപ്പ് ആയിരുന്നു കൊടുത്തത്. ഹരിമുരളീനിപ്പം ഓപ്ഷൻ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനം കൊടുത്തു. അപ്പോൾ ഫസ്റ്റത്തെ പാട്ടുകളൊക്കെ എന്തൊക്കെയോ കർമ്മവേളാലയൊന്നും ഒത്തു വന്നില്ല. അങ്ങനെ ലാസ്റ്റ് മൊമെന്റ് എന്നാക്കിൻ്റെ ഹരിമുരളിയുടെ നോക്കണോന്ന് തന്നെ ജൂനിയർ ലക്ഷ്മി ചേച്ചി ചോദിച്ചു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു, കാരണം അത്രയ്ക്കും ടഫ് പാട്ട്, പിന്നെ ഫീമെയിൽ അങ്ങനെ പാടി കേട്ടിട്ടില്ല, പിന്നെ ആ തേടി എന്നുള്ള സസ്റ്റെയിന് എല്ലാം കൊണ്ട് ഫിനാലയിൽ പാടാൻ എന്ന് വെച്ചാൽ കിട്ടിയാൻ ഇട്ടി കോയ കുയ അങ്ങനത്തെ ഒരു പാട്ടാ. അങ്ങനെ പിന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ 2 ഗുൺസൽ അങ്ങ് പാടി. അതും 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഫിനാലേക്ക്. അപ്പം ഞങ്ങൾ ആ ഗ്രൂമർ ശ്രീയാസേട്ടൻ ഇരുന്ന് പഠിപ്പിച്ച്, കാരണം അത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മറ്റേ നോർമൽ പാട്ടുകളതുപോലെ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നതല്ല, അത്രയ്ക്ക് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റൂ. അങ്ങനെ 3 ദിവസം കൊണ്ട് അതും 3 പാട്ടുകളുണ്ടായിരുന്നു പഠിക്കാൻ. അങ്ങനെ പഠിച്ചു. പക്ഷെ ഭയങ്കര സ്റ്റേജിൽ പാടുമ്പം തെറ്റിപ്പോന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഫിനാലെ ആയതുകൊണ്ട്. പക്ഷേ മക്കിത്ത നന്നായിട്ട് പാടാൻ പറ്റി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, അതൊക്കെ ഞാൻ അവിടെ കരഞ്ഞില്ല എന്നേ ഉള്ളൂ. അങ്ങനെ എന്താ ഒരു ട്രാൻസിലായിരുന്നു ഞാനന്ന് പാടിയത്. അതൊക്കെ ഭയങ്കര ഒരു മൊമെന്റാണ്. ആ പാട്ടൊന്ന് പാടാമോ? ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനഗാനം ഹരിമുരളീരവം. ഈ പെർഫോമൻസിന് അവരെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത്രയും അതിമനോഹരം. ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങനൊരു ലൈവ് ഈ പാട്ടൊക്കെ ഇത്രയും മനോഹരമായിട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത്. ഇപ്പം വളരെ വൈറലായിട്ടുള്ളൊരു പാട്ടാണ് ഈ കാക്കും വടിവേലുള്ള പാട്ട്. ആ പാട്ടൊന്ന് പാടാമോ? വണ്ണമയിലേറും എൻ തങ്ക വടിവേലോ കന്തനുനെ കാണും ദിനമുടി വരുവേനോ செந்தமிழை காக்கும் வேல் சேவல் கொடியானோ எண்ணி எண்ணி பாடும் என்னை கந்தன் அறிவானோ தோளிலே பால் காவடி சுமந்து ஓடினேன் மேடு பாலங்கள் கடந்து ஆடினேன் அவனாலயம் நுழைந்து பாடினேன் வடிவேலென நினைந்து தோளிலே பால் காவடி சுமந்து ஆடினேன் மேடு பாலங்கள் கடந்து ஆடினேன் அவனாலயம் நுழைந்து பாடினேன் வடிவேலென நினைந்து. അടിപൊളി. താങ്ക് യു. നല്ല സൗണ്ടാണ് കേട്ടോ, അതെടുത്ത് ഞാൻ പറയുകയാണ്. കാരണം അതിപ്പോൾ ഞാൻ ഒരുപാട് പേര് ഇപ്പോൾ ദേവനന്ദ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആ ഒരു സൗണ്ടിൻ്റെ ഒരു മാജിക് വളരെ ഇഷ്ടമാണ്. ഏത് ടൈപ്പ് പാട്ട് പാടാനും ദേവനന്ദയ്ക്ക് ഓക്കെ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ജാനകി അമ്മ വിളിച്ച കാര്യം ദേവനന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ജാനകി അമ്മ ടോപ്പ് സിംഗറിൽ കുറച്ച് പാട്ടുകൾ കേട്ടിട്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു കോള് വന്ന് അപ്പോൾ നോക്കുമ്പോൾ ജാനകി അമ്മ
അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കരച്ചിലൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ജാനകിയമ്മയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും ആ വോയിസ് മെസ്സേജ് അല്ല, വോയിസ് റെക്കോർഡിങ് എൻ്റെ അടുത്തുണ്ട്. ഞാനിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് അയ്യോ ജാനകിയമ്മ എന്നെ ശരിക്കും, അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എന്നാൽ ഇപ്പം ആലോചിക്കുമ്പോൾ ജാനകിയമ്മ എന്നെ വിളിച്ച് സംസാരിച്ചല്ലോ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ജാനകിയമ്മേൻ്റെ പാട്ടുകളും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ. ഇപ്പം ഇഷ്ടപ്പെട്ട പാട്ടുകാരെന്ന് പറയുമ്പോഴാണ് ഇപ്പൊ ശ്വേതാ മോഹനും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരിയാണ് അല്ലേ? അവരെ അന്ന് ഈ സരിഗമപ വേദിയിൽ വെച്ച് കണ്ടപ്പോൾ ഉള്ള സന്തോഷം ദേവനന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? ജാനകിയമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താണ് ഇപ്പം കുറച്ച് എന്ന് വെച്ചാൽ 18 വയസ്സൊക്കെ ആയി ഇങ്ങനെ കോളേജിലൊക്കെ ആയപ്പം നമ്മൾ ഓരോ ജോണർ എക്സ്പ്ലോർ ചെയ്യുമല്ലോ. അപ്പോൾ ശ്വേത ചേച്ചീൻ്റെ പാട്ടുകൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടുതൽ പാടിയിടാൻ തുടങ്ങി. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞു ശ്വേത ചേച്ചീൻ്റെ ശബ്ദം പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് പാട്ട് പാടാൻ ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത ടൈമിലൊക്കെ ശ്വേത ചേച്ചീൻ്റെ കൺസേർട്ടോ എന്തെങ്കിലും പാട്ടൊക്കെ എടുത്ത് ഇങ്ങനെ കേൾക്കും. അപ്പോൾ എനിക്കും പാടാൻ ഭയങ്കര ഒരു മോട്ടിവേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ സരിഗമപയിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ അത് പറഞ്ഞു, ശ്വേത ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ്, എന്തെങ്കിലും ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അടുത്ത എപ്പിസോഡിൽ തന്നെ ശ്വേത ചേച്ചി ഗസ്റ്റായിട്ട് വരും എന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത് മാത്രമല്ല, എനിക്ക് കാണാൻ പറ്റി, ഹഗ് ചെയ്യാൻ പറ്റി, കൂടെ പാടാനും പറ്റി. അതൊക്കെ സരിഗമപയ്ക്ക് ഒരു ഹ്യൂജ് താങ്ക്സ്. എൻ്റെ ഡ്രീമാണ് അവിടെ ശരിക്കും ട്രൂ ആയിട്ട് വന്നത്. അതെ, ഇപ്പൊ കൂടെ പാടാൻ പറ്റിയുള്ള ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ MG സാറിന്റെ കൂടെയും പാടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? MG സാറ് കൂടെ അന്തിപ്പൊൻവട്ടം എന്നുള്ള പാട്ടാണ് ഡുവറ്റ് ആയിട്ട് പാടിയത്. അപ്പോൾ ടോപ്പ് സിംഗറിൽ ഇങ്ങനെ കോമ്പറ്റീഷൻ അല്ലാണ്ട് സാറ്റർഡേ സൺഡേ ഒക്കെ സ്പെഷ്യൽ നൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ പെട്ടെന്നാണ് പറയുന്നത് അന്തിപ്പൊൻവട്ടം പാടുന്ന MG സാറ് കൂടെയാണ് പാടുന്നത്. അപ്പോൾ ഞാനൊരു ഓ മൈ ഗോഡ്, ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. കാരണം സാറ് മുന്നിൽ പാടുന്നുണ്ട്, കമൻസ് കേൾക്കുന്നുണ്ട്, പക്ഷേ സാറ് കൂടെ സാറന്നെ പാടി ഹിറ്റാക്കിയൊരു പാട്ട് പാടുക എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും ഞാൻ ഇന്നലെയും കൂടെ അതിൻ്റെ വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലേക്കും അതൊക്കെ ലൈഫിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്നൊരു മൊമെന്റ് തന്നെയാണ്. സാർ ഒരു ചെല്ലപ്പേരും വിളിക്കാറുണ്ടല്ലോ, MS സുബ്ബു. ഇപ്പോഴും കുറേ പേര് അങ്ങനെ എന്നെ വിളിക്കാറുണ്ട്. എന്താണ് സാർ അങ്ങനെ ഒരു പേരിടാനുള്ള ഒരു കാര്യം? അത് ഞാൻ ടോപ്പ് സിംഗറിൽ കൂടുതലും കുറച്ച് ടഫ് പാട്ടുകൾ എടുക്കാറുണ്ട്, കുറച്ച് ക്ലാസിക്കലൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സോങ്ങിൽ ഞാൻ തുംതന ചിലങ്കി എന്ന് പറഞ്ഞ പാട്ടാണ് ഫസ്റ്റ് പാടിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഗോൾഡൻ ക്രൗൺ കിട്ടുകയും ചെയ്തു. അപ്പോൾ അതൊരു ക്ലാസിക്കൽ പാട്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ ക്ലാസിക്കൽ പാട്ടുകൾ തന്നെയാണ്, മെലഡിയും പാടും, എല്ലാം പാടും. എന്നാലും ക്ലാസിക്കലിൽ ഒരു ബേസ് ഉണ്ടെന്ന് സാറിന് മനസ്സിലായിട്ട് സാർ ഇട്ട പേരാണ് MS സുബ്ബു. അങ്ങനെ ഇന്നലെയും കൂടെ ഞാൻ കമൻറ്റ് സെക്ഷൻ കൂടെ നോക്കുമ്പോൾ ഒരാളെ അതാ MS സുബ്ബു അല്ലേ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് അതൊക്കെ ഓർമ്മ ഉണ്ട് എന്നുള്ളത് ഭയങ്കര. കാരണം ഈ ടോപ്പ് സിംഗർ എന്ന് പറയുന്നത് വളരെ ഒരുപാട് മലയാളികൾക്ക് അത്രയും ഇഷ്ടമുള്ള പാട്ട് പരിപാടിയാണ്. കാരണം കുട്ടികളാണ് വന്ന് പാടുന്നത്. ഇപ്പം ദേവനന്ദേനെയാണെങ്കിലും നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയത്, ഇപ്പം ആള് ടീനേജിലേക്ക് എത്തി. അപ്പം മലയാളികളുടെ മുന്നിൽ വളരുന്ന പോലെയാണ് അവർക്കൊരു തോന്നലുണ്ടാവുക. ഇപ്പൊ സരിഗമപയിൽ വിൻ ചെയ്തപ്പോഴും എല്ലാവർക്കും ഭയങ്കര പേഴ്സണൽ ആയിരുന്നു എൻ്റെ വിൻ. കാരണം ചെറുപ്പം മുതലേ എന്നെ കാണുന്നത് കൊണ്ട് ഇപ്പം സീനിയർ ആയിട്ടാണ് സരിഗമപയിൽ വന്നത്. ടോപ്പ് സിംഗറിൽ ജൂനിയർ ആയിരുന്നു. എന്നാലും എല്ലാവർക്കും ഞാൻ ജയിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. കുറേ പേര് എന്നെ വിളിച്ചു, അവരുടെ വീട്ടിലൊരു കുട്ടി ജയിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്നൊരു വിജയമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം. സരിഗമപയും ടോപ്പ് സിംഗറും ഈക്വലി എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പോൾ ടോപ്പ് സിംഗറിൽ ഏറ്റവും കൂടുതൽ റീച്ച് ആയ ഒരു പാട്ടൊന്ന് പാടാവോ? ഞാനൊരാവണി പിന്നലായി മാറി, ഞാനൊരാവണി പിന്നലായി മാറി, ആയിരമുന്മാദരാത്രികൾ തൻ ഗന്ധം ആത്മദളത്തിൽ തുളുമ്പി, ആത്മദളത്തിൽ തുളുമ്പി, ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി പിന്നലായി മാറി. താങ്ക് യു, അടിപൊളി പാട്ട്. താങ്ക് യു. ഇപ്പം കുട്ടി ദേവനന്ദയിലെ ഒരു പാട്ടുകാരിയെ കണ്ടെത്തിയത് ആദ്യം ആരാണ്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ നഴ്സറി പഠിക്കുമ്പോൾ അങ്ങനെ കുറേ പാട്ടുകൾ നമ്മൾ പാടുമല്ലോ. അപ്പോൾ അച്ഛനമ്മ ഇങ്ങനെ പാട്ട് പാടാൻ ചേർത്തി. അങ്ങനെ വിജയൻ കൗർ സാർ അടുത്ത് കർണാട്ടിക് പഠിക്കാൻ പോയി, കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ സാറടുത്ത് ചേർന്നപ്പോഴാണ് ഇങ്ങനെ
ശരിക്കും സീരിയസ് ആയിട്ട് എടുക്കാം എന്ന് എനിക്ക് തോന്നി. കാരണം സാർ തന്നെ പറഞ്ഞു നന്നായിട്ട് പാടുന്നുണ്ട്, കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടുന്നാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ പാടിയിടാൻ തുടങ്ങി, സ്മ്യൂളിലൊക്കെ പാടിയിടാൻ തുടങ്ങി, ഓഡീഷൻസിന് പോകാൻ തുടങ്ങി. അങ്ങനെ അമൃതയിലൊരു റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു. അതിൽ സിംഗിങ്, ഡാൻസിങ്, അങ്ങനെ ഓരോരോ ജോണർ. ഞാൻ സിംഗിങ്ങിലായിരുന്നു. അപ്പോൾ സിംഗിങ്ങിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു ചെറിയ റിയാലിറ്റി ഷോ ആയിരുന്നു. പിന്നെ ഓഡീഷൻസിന് പോയി. അങ്ങനെ സ്റ്റേജ് ഷോസൊക്കെ അന്നൊക്കെ കുറച്ച് ചെയ്യുന്നു. പിന്നെ ടോപ്പ് സിംഗറിൽ കിട്ടിയപ്പോഴാണ് ഭയങ്കര റെക്കഗ്നീഷൻ, എല്ലാവരും തിരിച്ചറിയുന്ന. 2 വർഷമുള്ളതുകൊണ്ട് എല്ലാവരും മനസ്സിൽ രജിസ്റ്ററായി. പിന്നെ അപ്പോൾ അച്ഛനമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഈ ഒരു ജേർണിയിൽ. എല്ലാ ഷോസിനും എന്ത് ചെറിയ പ്രോഗ്രാം ആണെങ്കിലും കൂടെ വരും. അതുപോലെ തന്നെ മ്യൂസിക് സാറ്, വിജയൻ കൗർ സാറ്. പിന്നെ ടോപ്പ് സിംഗറിൽ വന്നത് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സീനിയറായിട്ട് സരിഗമപയിൽ വന്നപ്പോൾ അവിടുത്തെ ഗ്രൂമേഴ്സൊക്കെ ഓരോ ആൾക്കാർക്കും ഒരു കുഞ്ഞു റോളുണ്ട് ഈ എന്നെ ഷേപ്പ് ചെയ്തെടുത്തതിൽ. ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ പാരൻസ് തന്നെയാണ്. ഇനിയിപ്പം എന്തൊക്കെയാണ് പുതിയ ഏതെങ്കിലും ഓഫർ, സിനിമ, എന്താണ് ദേവനന്ദേൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്? എനിക്ക് കുറേ സിനിമ പാട്ടുകളൊക്കെ പാടണം എന്നുണ്ട്. ഇപ്പം നമ്മൾ മറ്റുള്ളവരുടെ പാട്ടുകളല്ലേ പാടുന്നത്, അതേപോലെ എനിക്ക് എൻ്റെ പാട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് കുറേ പാടാൻ ആഗ്രഹമുണ്ട്. ഞാനൊരു ചെറിയ സിനിമയിൽ പാടിയിട്ടുണ്ട്. എന്നാണ് മൂവിൻ്റെ പേര്. നജീം അർഷാദ് സാറ് കൂടിയാണ് പാടിയത്. അത് സരിഗമപയിൽ വരുന്നതിന് മുന്നേ പാടിയതാണ്. ഇപ്പോൾ കുറേ സ്റ്റേജ് ഷോസ് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഇപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി സിനിമാ ലോകത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വരണം ആഗ്രഹമുണ്ട്. അങ്ങനെ നടക്കട്ടെ. ആ ആഗ്രഹം സാധിച്ചു തരാൻ കൈതപ്രം സാറിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. കാരണം സാർ ഒരു വലിയൊരു സ്റ്റേജിന്റെ മുമ്പിലാണ് ആ ഒരു കാര്യം പറഞ്ഞത്. സാറ് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആദ്യം തോന്നിയത്? അങ്ങനെ പറഞ്ഞപ്പോൾ സാർ അങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം സാറ് എല്ലാ ജനറേഷനിലും അത്രയ്ക്കും സൂപ്പർ ഹിറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലെജൻഡ് തന്നെയാണ് കൈതപ്രം സാർ. ഇപ്പം മിന്നൽ വള അതന്നെ എടുക്കുകയാണെങ്കിൽ ഈ ജനറേഷനിലും എല്ലാവരും കുട്ടികൾ വരെ കേൾക്കുന്ന പാട്ടാണത്. അപ്പോൾ സാറിൻ്റെ അടുത്തു നിന്ന് അങ്ങനൊരു റെക്കമെൻഡേഷൻ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ എല്ലാം ഒത്തു വരണ്ടേ, അപ്പം അതിന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഈ സരിഗമപ്പ ഒരു ഷോ നമ്മൾ ഈ ലാസ്റ്റ് 3ാമത്തെ സീസൺ നോക്കുമ്പോൾ സുജാത ചേച്ചി ഭയങ്കര കണ്ടസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ബോണ്ടുണ്ട്. അവരെ കുറിച്ച് എന്താ പറയാൻ? സുജാത ചേച്ചി, എനിക്ക് കുറേ കാലമായിട്ട് സുജാത ചേച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം, എങ്ങനെയെങ്കിലും സംസാരിക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സരിഗമപ്പയിൽ കിട്ടിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് സുജാത ചേച്ചീനെ കാണാനായിരുന്നു. അങ്ങനെ മുന്നിൽ പാടി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഭയങ്കര സ്വീറ്റാണ്. ഇപ്പോൾ ഓഫ് സെറ്റ് ആണെങ്കിലും കാണുമ്പോൾ നമ്മളെ ഒരു ലെജൻഡിനെ പോലെ കാണുമ്പം നമ്മളൊരു ഫ്രണ്ടിനെ പോലെയാണ് ഇങ്ങോട്ട് ബിഹേവ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കും സ്വീറ്റാണ്. മോഹനങ്കളാണെങ്കിലും അതെ, രണ്ടുപേരും സ്വന്തം വീട്ടിലെ പോലെ അത്രയ്ക്കും കെയറിങ് ആണ്. എല്ലാം പാട്ടിനായാലും ഇപ്പം നമ്മൾ പൊടിയുള്ള സ്ഥലത്താണ് നിൽക്കുന്ന വെച്ചാൽ അവളിൽ പോയിരിക്കൂ എന്നൊക്കെ പറയും. ഭയങ്കര കെയറിങ് ആണ്. ഇപ്പോഴും കൈതപ്രം സാറെ കോംപ്ലിമെൻ്റ് ഒക്കെ കേട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഒരു ഈ ഒരു ഷോയില് എന്തെങ്കിലും ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? സരിഗമപയിൽ എനിക്ക് തോന്നുന്നു ടോപ്പ് സിംഗറിൽ ജൂനിയർ ആയിട്ടല്ലായിരുന്നു. അപ്പോൾ ഒരു സീനിയർ ആയിട്ട് വരുമ്പം ആൾക്കാരെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക? പാട്ട് ലൈക്ക് വോയിസ് മാറി, ഫേസ് മാറി, അപ്പിയറൻസ് മാറി, എല്ലാം മാറി. അപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. എന്നാലും എങ്ങനെയായിരിക്കും എനിക്ക് തന്നെ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പം എല്ലാവർക്കും ഇപ്പോഴും ആ ടോപ്പ് സിംഗറിൽ വെച്ചിട്ട് അറിയാം. ഇപ്പോൾ ദീപക് സാറാണെങ്കിലും ടോപ്പ് സിംഗറിലും ഉണ്ടായിരുന്നു, സരിഗമപയിലും ഉണ്ട്, അൽഫോൺസ് സാറായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അതുകൊണ്ടൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. ഏതെങ്കിലും ഒരു പാട്ടൊക്കെ പാടാൻ വളരെ ചലഞ്ചിങ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്? ചലഞ്ചിങ്, ഏറ്റവും വലിയ ചലഞ്ച് ഹരിമുരളീരവൻ തന്നെയായിരുന്നു. അത് നമുക്ക് ഷുവറായിട്ട് പറയാം. പിന്നെ ഫൈനൽ ഓഡീഷന് പാട്ട് ചലഞ്ച് അങ്ങനെയില്ല, പക്ഷെ ഒരു കടന്നു കിട്ടുന്നത് ഒരു ചലഞ്ചായിരുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ നമ്മൾ പാടുന്നതിനനുസരിച്ചാണോ. അപ്പോൾ ഭാഗ്യശാൽ ആ മൊമെന്റിൽ നന്നായിട്ട് പാടാൻ പറ്റി, അതുണ്ടായിരുന്നു. പിന്നെ ചലഞ്ച് ഹരിമുരളീരം തന്നെയായിരുന്നു. പിന്നെ സെക്കൻഡ് സോങ് ഫിനാലയിലുള്ളത് ഐല ഐല എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അത് ഒരു ഓപ്പറ സ്റ്റൈൽ പാട്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഹരിമുരളീരത്തിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റാണ് ആ പാട്ട്. അപ്പോൾ രണ്ടും ഒരു രീതിയിലും സിമിലർ ആവാണ്ട് പാടണമല്ലോ. അപ്പം അതും ഒരു ചലഞ്ച് തന്നെയായിരുന്നു. അങ്ങനെ ഫിനാലെ തന്നെ ഒരു ചലഞ്ചായിരുന്നു. അതെ, ഞാൻ ഈ ഐല ഐലയിലേക്കായിരുന്നു വരുന്നത്. എനിക്ക് ആ പാട്ടും കൂടി ഒന്ന് കേൾക്കണം എന്നുണ്ട്. ഇപ്പൊ പാടിയാലോ? ഓക്കെ. ആല ആല ആയ 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 മേ
ഗസലിൽ നിൻ വേർദസിലുക്കനി എന്നിൽ മൂട്കൾ കൊയ്താൻ കാലയുന്തൻ മുത്തത്തിൽ വിടിയും നാളും മുന്നിൽ തപ്പാത മുടിയും നീ എന്നെ മെന്മൈ செய்தாய் எனது ரொம்பனே சிறிது கீறவா விழியின் கூறிலே மனதை கூறவா முகத்தை மூடியே திருடி போகவா நீங்கோ என் ஜீவனே ஆல ஆல ஆய் ஆல ஆல ஆய் ஆல ஆல ஆய் மேடன் വെണ്ണിലാ. അടിപൊളി. ഞാൻ ഇപ്പൊ 3 ടൈപ്പ് പാട്ടുകളൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ തന്നെ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് അപ്പം തന്നെ ദേവനന്ദ പാടി തരുന്നുണ്ട്. അപ്പോൾ അത് അടിപൊളി കേട്ടോ. 3 ഏത് ടൈപ്പ് സോങ്ങും പാടാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കഴിവ് തന്നെയാണ്. അങ്ങനെ ഒരു അത്തരം കമന്റുകളൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ വെർസറ്റൈൽ സിംഗറാണ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. എനിക്ക് ഒരു ജോണറിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിനേക്കാളും മൾട്ടി ജോണേഴ്സ് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അത് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ സരിഗമപ്പ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനത്തെ ഒരു സൈഡും കൂടെ ഉണ്ട് എന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടെ സരിഗമപ്പയിലൂടെ അത് സാധിച്ചു. നാടകഗാനങ്ങളുടെ ഒരു സെക്ഷൻ നിങ്ങൾ എന്നെ പാട്ടുകാരിയാക്കി അത് പറഞ്ഞത് വളരെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സുജാത ചേച്ചി അപ്പം തന്നെ അത് ചിരിക്കട്ടെ. അത് എന്താണ് നമ്മളിങ്ങനെ അവരിങ്ങനെ ചോദിച്ചു അനൗൺസ്മെന്റ് പോലെ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഓക്കെ പറഞ്ഞു. ഇങ്ങനെ സ്റ്റേജിൽ കയറിയപ്പോൾ അത് ഏൽക്കുമോ, കാരണം ഫീമെയിൽ അങ്ങനെ പറയാറില്ലല്ലോ. അപ്പോൾ അത് ഏൽക്കുമോ എന്നൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി സംഭവം. അതും കൂടി ഒന്ന് ഞാനിങ്ങനെ ഓരോ പാട്ടും ഇങ്ങനെ പാടിപ്പിക്കുമ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ എന്നെ പാട്ടുകാരാക്കി കതിരണി പാടത്ത് വെയിൽമൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ കതിരണി പാടത്ത് വെയിൽമൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ മരിനെല്ലിൻ ചുണ്ടിലെ കിരുകിരെ പൊന്നാരം പകരുവാനോടിവാ കാറ്റേവാ വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം ഇതും അടിപൊളിയാണ്. ഇപ്പം ടോപ്പ് സിംഗറിലൊരു ചെറിയ കുട്ടിയായിരുന്നു, നമ്മളിപ്പം സരിഗമപ്പയിലെത്തുമ്പോൾ ഒരു ടീനേജിലേക്കൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പം രണ്ടും രണ്ട് നമ്മുടെ ഒരു കാലഘട്ടമാണ്. ഈ 2 സമയത്തും ഓഡിയൻസിൽ നിന്നും വന്ന ഈ ഒരു വളരെ സ്വീകാര്യതയും ഇതൊക്കെ എങ്ങനെയായിരുന്നു ഈ 2 സമയത്തെയും കൂടി നോക്കി കാണുന്നത്? 2 സമയത്തും ഇപ്പോൾ സെറ്റിലാണെങ്കിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. കാരണം ചെറിയ കുട്ടിയാകുമ്പോൾ പാരൻസ് കുറച്ചുകൂടെ ഇൻവോൾവ് ആയിരിക്കും. സരിഗമപ്പയിൽ ഇൻവോൾവ് അല്ല എന്നാലും കുറച്ചുകൂടെ വലിയ കുട്ടികളായതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും പാരൻസ് വരണം എന്നില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓഡിയൻസിൻ്റെ കാര്യം ടോപ്പ് സിംഗറിൽ എപ്പോഴും ചെറിയ കുട്ടിയായ സംഭവം. ഇപ്പോൾ സരിഗമപ്പയിൽ വന്നപ്പോൾ കൂടുതൽ എൻ്റെ ചേഞ്ചിനെ പറ്റിയിട്ടാണ് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറയാറ്. മാറിപ്പോയല്ലോ, മുഖം മാറി, ശബ്ദമൊക്കെ മാറി, നല്ല രസമുണ്ട്. ആ ഒരു ചേഞ്ചിനെ പറ്റിയിട്ടാണ് കൂടുതലും ആൾക്കാർ കമൻറ്റ് ചെയ്തത്. ഇപ്പം ദേവനന്ദയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ ആരാണ്? ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ എല്ലാവരും ഇഷ്ടമാണ്. ചിത്ര ചേച്ചി, സുജാ ചേച്ചി, ജാനകിയമ്മ, ശ്വേത ചേച്ചി, ശ്രേയ ഘോഷാൽ ചേച്ചി, എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരുടെ പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പോൾ ജാനകിയമ്മ, ശ്രേയ ചേച്ചീൻ്റെ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമാണെങ്കിലും അങ്ങനത്തെ അവരുടെ പാട്ടുകൾ മാത്രം കേൾക്കുക അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ പാട്ടും കേൾക്കാറുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും ഓരോരോ ഇൻസ്പിറേഷൻ ഇങ്ങനെ എടുക്കും. അതാണ് എല്ലാ ജനറും ട്രൈ ചെയ്യണം. അത് നല്ലൊരു കാര്യം തന്നെ. ഇപ്പം നമ്മൾ വളരെ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് മ്യൂസിക്കിനെ ആശ്രയിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ ദേവനന്ദയ്ക്ക്? ഡൗൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഒരു സങ്കടം ഒക്കെ വരാറുണ്ട്. കാരണം നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒരു ഈസി ജോബല്ല. അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഉള്ളിലൊരു ഭയം എന്നൊക്കെ അറിയില്ലേ, അങ്ങനെയൊക്കെ വരാറുണ്ട്. ചില സമയത്ത് നമ്മൾ പാടുമ്പോൾ എത്ര പാടിയാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പം നമുക്ക്
അങ്ങനെ ഒരു ഭയങ്കര സാഡായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അതൊക്കെ ടെമ്പററി ആണ്. നമ്മൾ പിന്നെ ഒരു നല്ല പാട്ട് പാടുമ്പം തീരാവുന്ന പ്രശ്നങ്ങളില്ല. അതെ, ഇപ്പം കുറെ ക്ലാസ് ഒക്കെ മിസ്സായി പോയിട്ടുണ്ടാവില്ലേ? അപ്പൊ കോളേജിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? കോളേജിന്റെ ഭാഗത്ത് ഫസ്റ്റ് സെം ഒന്നും ഞാൻ പോയിട്ടേ ഇല്ല. എനിക്ക് അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ പ്രിൻസിപ്പൾ ബിജു ഫാദറാണ്, HOD ആൻഡോ ഫാദറാണ്. അപ്പോൾ രണ്ടുപേരും എല്ലാവരും കോളേജിലെ എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അറ്റൻഡൻസിൻ്റെ കാര്യത്തിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കോളേജിൽ വിൻ ചെയ്തിട്ട് പോയപ്പം എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് സെപ്പറേറ്റ് വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ ആദരവ് ഉണ്ടായിരുന്നു. പിന്നെ കൈതപ്രം സാറ് മുന്നിന്നും അത് പറഞ്ഞു. അങ്ങനെ കോളേജിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാ കുട്ടികൾക്കും 5000 സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. അപ്പോൾ ഓരോരുത്തർക്കും അറിയാതെ ഞാൻ അവിടെ ജയിച്ചിട്ടാണ് വന്നതെന്നുള്ളത്. അപ്പോൾ ഓരോ ആൾക്കാർ കാണുമ്പോഴും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്, ഓരോ പാട്ടുകളും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ കോളേജ് ഇപ്പം അടിപൊളി. അതെ, കാരണം നമ്മൾ ഇതേപോലെ തന്നെ കൊച്ചുകുട്ടിയായി കാണുന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ സരിഗമപ്പായിലെത്തുന്നു, അവിടെ ടൈറ്റിൽ വിന്നർ ആകുന്നു. ആ ഒരു ഫൈനൽ 5 വന്ന് നിൽക്കുമ്പോൾ ആ ഒരു സമയത്തുണ്ടായ ടെൻഷനൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഫൈനൽസിലെത്തിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. റിസൾട്ട് വാട്ട് എവർ ദ റിസൾട്ട് ഫൈനലിൽ എത്തിയല്ലോ, ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് വിന്നറായിട്ടുള്ള ഉണ്ടായിരുന്നു. പിന്നെ പാട്ട് രണ്ടും അടിപൊളി പാട്ടാണ് കിട്ടിയത്. ഇനി പാടി ബലിപ്പിച്ചാൽ മതി. അപ്പോൾ ഹരിമുരളീരാം പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റൊക്കെ നിന്നപ്പോൾ എനിക്ക് കുറച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാലും ബാക്കി എല്ലാവരും അസ്തൽ സിംഗേഴ്സ് ആയതുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റിസൾട്ടിൻ്റെ ടൈമിൽ എല്ലാവരെയും പോലെ എനിക്കും ഒരു ടെൻഷൻ പ്ലസ് എക്സൈറ്റ്മെൻറ്റ് സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. പിന്നെ ഡയറക്ടേഴ്സ് എല്ലാവർക്കും ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ എൻ്റെ താങ്ക് യു പറയുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗറിൻ്റെ ഒരു പാട്ടും കൂടി ഒന്ന് പാടാവും? ശ്വേത ചേച്ചീൻ്റെ. ഓ, ശ്വേത ചേച്ചിയാണ് മെയിൻ അല്ലേ? പാടുമ്പോൾ പ്രിയതരമേതോ നൊമ്പരം ആമ്പൽപ്പൂവേ നിൻ ചുടിയിൽ അനുരാഗത്തിൻ പൂമ്പൊടിയോ അറിഞ്ഞുവോ വനമാലി നിൻ മനം കവർന്നൊരു രാധിക ഞാൻ ഒരായിരം മയിൽപ്പീലികളായി വിരിഞ്ഞുവോ എൻ കാമനകൾ വൃന്ദാവനം രാഗസാന്ദ്രമായി യമുനേ നീയുണരൂ കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ കണ്ണൻ എന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ. ഇപ്പം ഈ പാട്ട് പാടുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ ഒരു എന്താ പറയാ, വെള്ളം കുടിക്കുന്നതിലോ അങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ്? ഞാൻ പണ്ടൊക്കെ മറ്റേ ചൂടുവെള്ളം ഫ്ലാസ്ക് എപ്പോഴും ഉണ്ടാവും, ഇരട്ടി മധുരം ഉണ്ടാവും കയ്യിൽ, പനങ്ങൾക്കണ്ട കയ്യിലുണ്ടാവും. പിന്നെ ഇപ്പൊ വന്നിങ്ങനെ ഭയങ്കരമായിട്ട് വെച്ചാൽ സൂക്ഷിക്കും. ഭയങ്കര തണുത്ത വെള്ളം കുടിക്കുക, ഐസ്ക്രീം കുടിക്കുക, അല്ല ഐസ്ക്രീം കഴിക്കുക, അതൊന്നും ചെയ്യില്ല. അല്ലാണ്ട് ഇപ്പോൾ വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ എക്സ്ട്രീം കെയർ തന്നെ കൊടുക്കും. അല്ലാണ്ട് നോർമലി ഞാൻ നോർമൽ വാട്ടർ തന്നെയാണ് കൊടുക്കുന്നത്. അമ്മ അങ്ങനെ ചൂടുവെള്ളമൊക്കെ കൊണ്ടുതരുന്നാലും ഞാൻ മറ്റേ മിനറൽ വാട്ടർ തന്നെയാണ് കൂടുതലും. നോർമൽ. പിന്നെ പനങ്കൽക്കണ്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ റൂമിന്റെ സൈഡിൽ തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കും. ഓക്കെ ഓക്കെ. കെയർ ചെയ്യും, ടാബ്ലറ്റ്സ് ഒക്കെ അസുഖം വരാണ്ടിരിക്കാനൊക്കെ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കെയറിങ് ഒന്നുമില്ല. ഓക്കെ, ദേവനന്ദൻ്റെ ഈ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ എനിക്ക് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോകണമെന്നുണ്ട്. പിന്നെ സ്റ്റേജ് ഷോസ് എനിക്ക് കുറേ ചെയ്യണം എന്നല്ല ആഗ്രഹമുണ്ട്. നല്ല നല്ല സ്റ്റേജ് ഷോസ് കുറേ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഹരിമുരളീരൊക്കെ ഒരു ഇൻട്രസ്റ്റ് സോങ് പോലെയൊക്കെ അങ്ങനെയൊക്കെ സ്റ്റേജ് ഷോസിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മൂവീസിലേക്ക് പാട്ട് പാടാൻ വരാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പം പാട്ടല്ലാതെ എന്തായിരിക്കും ദേവനന്ദൻ്റെ അടുത്തൊരു ഇഷ്ടം എന്ന് പറയുന്നത്? പാട്ട് തന്നെയാണ് മെയിന്. പിന്നെ ബാക്കിയൊക്കെ ജസ്റ്റ് ഫോർ ഫൺ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പണ്ട് വരയ്ക്കൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ ഒന്നില്ല, നോക്കി വരയ്ക്കും. അതൊക്കെ വെറുതെ സീരിയസ് ഒന്നല്ല, എന്നാലും വെറുതെ ഒരു ഞാൻ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡാൻസ് സ്റ്റേജ് സ്റ്റോസിലൊക്കെ 1-2 സ്റ്റെപ്പ്, കോളേജിലൊക്കെ ഇപ്പോൾ ഒന്നിലൊക്കെ ഡാൻസ്, വെറുതെ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ അല്ലേ. എന്താ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ അതോ? കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ സീരിയസ് സകലകലാവല്ലഭി എന്നൊക്കെ നമുക്ക് പറയാം, എല്ലാ ഭാഗത്തേക്കും ഉണ്ട്. എനിക്ക് പറയാം, അങ്ങനെ പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല.
ഓക്കെ, ഇപ്പം പിന്നെ അധികം ഒരു ട്രെൻഡാണല്ലോ ഇപ്പം മ്യൂസിക്, നമ്മൾ പാട്ട്, ഒരു കവർ സോങ് ഒക്കെ ചെയ്യാന്നുള്ളത്. അതിനോടൊക്കെ താല്പര്യമുണ്ടോ? അതിനോട് നല്ല താല്പര്യമുണ്ട്. എനിക്ക് ടോപ്പ് സിംഗറിൻ്റെയും സരിഗമപൻ്റെയും ഗ്യാപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് അതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി പാടി പോസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം ഏകദേശം മിക്ക റീലൊക്കെ ക്ലിക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ വെച്ചിട്ട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യായിരുന്നു. ഞാൻ ഇപ്പം കൂടുതലും സരിഗമപൻ്റെ വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. കവർ സോങ്സ് ഇടയ്ക്കൊക്കെ ഇടും. ഇനി റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയും നേരം എന്നോടൊപ്പം സഹകരിച്ചല്ലോ ഒരുപാട് നന്ദി. എന്തായാലും ദേവനന്ദ എന്ന പാട്ടുകാരിനെ ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ഓഡിയൻസിന്. കാരണം നമ്മൾ ചെറിയ കുട്ടിയായിട്ട്, ഐ മീൻ ഒരു 7-8, ദേവനന്ദ പറഞ്ഞ പോലെ ആ പ്രായം തൊട്ട് നമ്മൾ കാണുന്ന ഒരു കുട്ടി സരിഗമപ്പയിലെ ടൈറ്റിൽ വിന്നർ ആവുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്, ഓഡിയൻസിനും അത് ഒരുപാട് സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി. എന്നെ ഇത്രയും കാലം ഇപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, എൻ്റെ ഗുരുക്കന്മാർ, പാരൻസ്, എല്ലാവർക്കും ഒരുപാട് നന്ദി. Thank you so much. Thank you.